അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അൽഹംദുലില്ലാ നമ്മുടെ മൗലിദിന്റെ മജ്ലിസ് തുടങ്ങുകയാണ്. പല ആളുകളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, ഉസ്താദേ എന്താണ് നേരത്തെ തുടങ്ങാത്തത്? കുറച്ച് നേരത്തെ തുടങ്ങിയെങ്കിൽ. കാരണം മൗലിദ് ഓതാൻ ഒരുപാട് ഉമ്മമാർക്കൊക്കെ ആവേശമാണ്. പള്ളികളിലൊക്കെ മൗലിദ് തുടങ്ങുന്ന സമയത്ത് ചില ആളുകൾ ചോദിച്ചു, പള്ളിയിലും മൗലിദ് നടക്കുന്നുണ്ട്, അപ്പോൾ തന്നെ നമ്മുടെ ചാനലിലും മൗലിദ് ഉണ്ടാകും, അപ്പോൾ ഏതിലാണ് പങ്കെടുക്കേണ്ടത്? ഏതിൽ പങ്കെടുത്താലും ഗുണമാണ്. നിങ്ങൾക്ക് പള്ളിയിൽ ഇപ്പോൾ ഉമ്മമാർക്ക് പള്ളിയിൽ പോയിട്ട് പങ്കെടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മുടെ മജ്ലിസിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഇരുന്നിട്ട് നിങ്ങൾ ഫോൺ ഓപ്പൺ ആക്കി വെച്ച് ഒന്നിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് ചൊല്ലുമ്പോൾ കൂട്ടത്തിൽ അങ്ങോട്ട് ചൊല്ലുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലാണുള്ളത്. ആദ്യത്തെ തിങ്കളാഴ്ച രാവ് നാളെ തിങ്കളാഴ്ച പകലാണ്. തിങ്കളാഴ്ചക്ക് വലിയ മഹത്വമുണ്ട്. ആ മഹത്വത്തിൽ ഏറ്റവും വലിയ മഹത്വം ഒരു തിങ്കളാഴ്ച ദിവസമാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസമാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീണത്. അപ്പൊ ആ ഒരു തിങ്കളാഴ്ച നബിതങ്ങൾ ജനിച്ചത് കൊണ്ട് മുഴുവൻ തിങ്കളാഴ്ച ദിവസങ്ങൾക്കും വലിയ ശ്രേഷ്ഠത പരിശുദ്ധമായ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച രാവിലാണുള്ളത്, നാളെ തിങ്കളാഴ്ച പകലാണ്. അപ്പോൾ നമുക്ക് പരിശുദ്ധമായ മങ്കൂസ് മൗലിദിന്റെ 4ാമത്തെ ഹിക്കായത്തും അതിനുശേഷമുള്ള ബൈത്തും ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതാം. അത് കഴിഞ്ഞ് കുറച്ച് ദിക്റും സ്വലാത്തും ഒക്കെ നമുക്ക് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ വെച്ച് ഒരുപാട് പേര് ദുആരക്കണമെന്ന് വസീയത്ത് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി, എല്ലാവർക്കും വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആരക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടും നമ്മുടെ സദസ്സ് സ്വീകരിക്കും. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والفضل كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه. بسم الله الرحمن الرحيم. قال ابن إسحاق لما كان اليوم السابع ذبح عنه جده عبد المطلب وقام بأمره كما يجب ودعا قريشا وأطعمهم وأكرمهم فلما أكلوا قالوا يا عبد المطلب ما سميت ابنك؟ قال سميته محمدا اللهم صل وسلم وبارك عليه. فقالوا قد رغبت عن أسماء آبائك؟ قال أردت أن يحمده من على الغبراء محمدا سموا نبي الهدى وهو أحق الناس بالحمد صلى عليه الله ما أشرقت شمس الضحى في ذلك السعد فلما كان وقت ظهور أسراره وإشراق الكون بأنواره فبينما آمنة في بيتها وحيدة مستأنسة ببركاته وهي فريدة ولم تشعر إلا وقد أشرق في بيتها النور وعمها الفرح والسرور وأقبلت الملائكة والحور وحف حجرتها أنواع الطيور وهي تسمع لازدحامهم واختفالهم بقدوم الحبيب همسا وكيف لا وسيد العالمين في بيتها أمسا صلى الله على محمد صلى الله
الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم صل رب العالمين على سيد الكونين والسرج إن بيتا أنت ساكنه ليس محتاجا إلى السرج صل رب العالمين على سيد الكونين والسرج وجهك والله حجتنا يوم يأتي الناس بالحجج صل رب العالمين على سيد الكونين والسرج ومريضا أنت زائره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فاز من قد كنت بغيته والسما في أرفع الدرج صل رب العالمين على سيد الكونين والسرج باذلا في الحب محجته سامحا بالروح والمهج صل رب العالمين على سيد الكونين والسرج يا كريم الجود راحته فكفيت البحر واللجج صل رب العالمين على سيد الكونين والسرج صل رب العالمين على سيد الكونين والسرج أنت منجنا من الحرك من لهيب النار والأجج صل رب العالمين على سيد الكونين والسرج ذنبنا محيل يمنعنا من ظروف الدمع والعجج صل رب العالمين على سيد الكونين والسرج حبكم في قلبنا محبوب من رئين الذنب والحرج صل رب العالمين على سيد الكونين والسرج إننا نرجو لشافعنا لصلاح الدين والنهج صل رب العالمين على سيد الكونين والسرج وهو نجانا من البلوى طيبه في العالم الأرج صل رب العالمين على سيد الكونين والسرج ربي وارزقنا زيارته قبل قبض الروح والخرج صل رب العالمين على سيد الكونين والسرج صل يا ربي على الهادي لسبيل الحق والفرج صل رب العالمين على سيد الكونين والسرج അൽഹംദുലില്ലാ നമ്മുടെ മൗലിദ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമുക്കിനി ദുആ ചെയ്യുന്നതിന് മുമ്പ് ഇത് റബീഉൽ അവ്വൽ മാസമാണ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കുറച്ച് സ്വലാത്ത്, നമ്മൾ സാധാരണ ചൊല്ലുന്ന കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ്, അതുപോലെ തന്നെ കുറച്ച് ദിക്ർ, നമ്മൾ ചൊല്ലുന്ന സാധാരണ ദിക്ർ, ആ ദിക്റും ഇച്ചിരി സ്വലാത്തും ചൊല്ലി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ പരിപൂർണ്ണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കോ. സാധാരണ നമ്മൾ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് വലിയ ശ്രേഷ്ഠതയല്ലേ? ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. സ്വലാത്തുൽ ഫാത്തിമി നമ്മളൊക്കെ ചൊല്ലുന്നതാണ്, വളരെ കുഞ്ഞു സ്വലാത്താൻ. ഫാത്തിമ ബീവിയൊക്കെ സ്ഥിരമായി ചൊല്ലുന്ന സ്വലാത്താൻ. ചൊല്ലിയാലോ? ഒന്നിച്ചു ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി وأهله اللهم صل على النور 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 وأهله اللهم صل على النور
وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله അദദു സ്വലാത്ത് നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ? പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിലെ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ നിരവധി പ്രാവശ്യം, അതായത് 5 ലക്ഷവും 6 ലക്ഷവും ഒക്കെയാണ് ഇരട്ടി പ്രതിഫലം പറയുന്നത്. സാധാരണ മാസങ്ങളിൽ ചൊല്ലിയാൽ അങ്ങനെ. അപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൽ ചൊല്ലിയാൽ ഒന്നുകൂടി ഇരട്ടി പ്രതിഫലമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ആ ഇരട്ടി പ്രതിഫലം ഒന്നിച്ചു വാങ്ങണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാവരും ഒന്നിച്ചു ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. إن شاء الله ഇന്ന് നമുക്ക് കുറച്ച് ദിക്റും കൂടി ചൊല്ലാം അല്ലേ? ദിക്റും ചൊല്ലിയിട്ട് സ്വലാത്തും ചൊല്ലി മൗലിദ് ഓതി സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് ഒക്കെ ഓതി ഇനി നമ്മൾ ദുആ രക്കുമ്പോൾ എന്തിനാണ് അല്ലാഹു തആല ദുആ സ്വീകരിക്കാതിരിക്കുന്നത് അല്ലേ? എന്തായാലും റബ്ബ് സ്വീകരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് ദിക്റുകൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ദുആ രക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 لا إله إلا الله. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വല്ലുമ്മമാര് വല്ലുപ്പമാരൊക്കെ അവർ സ്വന്തമായി പറയുകയും മക്കളെ കൊണ്ട് കൊച്ചുമക്കളെ കൊണ്ട് പേരക്കുട്ടികളെ കൊണ്ട് അവർ പറയിപ്പിക്കുകയും ചെയ്തിരുന്ന ദിക്റാണ്. അതെന്താ പറയാ, അതൊരു അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു വാചകമാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും പറഞ്ഞോട്ടോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്
നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഈ ചൊല്ലിയതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ എന്തെങ്കിലും അക്ഷര പിശകുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന തരത്തിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാം അള്ളാഹു കരുണാവാരിധിയാൻ പടച്ചവൻ പുറത്തു തന്ന് നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും പടച്ചവൻ ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല മാറ്റി തരുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ മൗലിദ് ഓതിയാൽ എന്തെല്ലാം നേട്ടങ്ങൾ കിട്ടുന്നുണ്ടോ അത് മുഴുവനും റബ്ബ് തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ എല്ലാവർക്കും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആ ചെയ്യണമെന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു തആല നമ്മുടെ ദുആയിന്റെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناكع والداء القامع والوباء القاطع إنك مجيب سامع. وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء واحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار
القرار بحق محمد وآله الأبرار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أرحم الراحمين يا രാജാതിരാജനായ റഹ്മാനെ, കരുണയുള്ള അല്ലാഹ്, ദയാലുവായ റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മൗലിദിന്റെ മജ്ലിസിനെ നീ പരിപൂർണമായി കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ഓതിയതിലും പറഞ്ഞതിലും എന്തെങ്കിലും അബദ്ധങ്ങൾ തെറ്റുകളുണ്ടെങ്കിൽ എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ അല്ലാ. ഇതിന്റെ എല്ലാം മിസ്ലു സവാബ് അല്ലാഹുവേ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്കും അതുപോലെ മുഴുവൻ അമ്പിയാക്കന്മാരുടെ ഹളറത്തിലേക്ക്, അതുപോലെ അതിനുശേഷം കടന്നു വന്ന അല്ലാഹുവേ മുഴുവൻ സ്വഹാബിമാരുടെ ഹളറത്തിലേക്കും, മുഴുവൻ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, ഞങ്ങളുടെ മുൻഗാമികൾ, ഞങ്ങളുടെ കാരണവന്മാർ ആരെല്ലാം മരണപ്പെട്ടോ എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് റഹ്മാനെ ഞങ്ങൾ ഓതിയതും പറഞ്ഞതുമായ മുഴുവൻ നല്ല കാര്യത്തിന്റെയും ഒരു സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവർക്കൊക്കെ നീ സ്വർഗം നൽകണേ അല്ലാ. പാവപ്പെട്ട ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിക്കാനുള്ളവരാണ്. ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ മുഅ്മിനീങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ പുണ്യമായ ഈ ഒരു സമയത്ത് റഹ്മാനെ, ഞങ്ങൾ ചെയ്യുന്ന ഈ ദുആഇനെ നീ തട്ടിക്കളയല്ലേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങളെ പറ്റിയവരാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ, ഇസ്തിഖാമത്ത് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ വിഷമങ്ങൾ ഒരുപാടുണ്ട്, എല്ലാം നിനക്കറിയാം, എല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ. ആരൊക്കെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ റഹ്മാനെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവരുടെയൊക്കെ എല്ലാ ഹലാലായ മുറാദും നീ ഹസുലാക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. പ്രതിസന്ധികളിൽ നിന്നും നീ കരകയറ്റണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ആരൊക്കെ ചികിത്സയിലായി വീടുകളിൽ കഴിയുന്നോ, അതുപോലെ ഹോസ്പിറ്റലിൽ കഴിയുന്നോ, ഓപ്പറേഷന് വിധേയമാകുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്നവരുണ്ട്, ശരീരത്തിലെ പല സ്ഥലത്തു നിന്നും കുത്തിയെടുത്തിട്ട് റഹ്മാനെ ടെസ്റ്റിന് അയച്ചവരുണ്ട്, അത് കാത്തിരിക്കുന്നവരുണ്ട്, റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്. ഒരു മാരകമായ അസുഖവും ഞങ്ങൾക്കോ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ നീ തരല്ലേ അല്ലാ. എല്ലാ രോഗവും നീ ശിഫയാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് നീ വീട് കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് നീ നല്ല ജോലി കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ആൺ പെണ്ണുങ്ങളുണ്ട്, റഹ്മാനെ അവർക്ക് നീ ഖൈറായ ഇണകളെ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നു, വാടക വീട്ടിലാണ്, റഹ്മാനെ സ്വന്തമായി വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, അല്ലാഹുവേ എളുപ്പത്തിലാക്കി തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികൾ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവരാണ്, അവർക്ക് നീ സലാമത്തും ഖൈറും കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അവരുടെ പരീക്ഷാ കാലമാണ്, നീ പരീക്ഷകൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, മക്കളിൽ നിന്ന് വഴിതെറ്റി പോകുന്ന കാലമാണ്. കഞ്ചാവ് വലിച്ചിട്ട് അതുപോലെ മോശത്തരങ്ങൾ ചെയ്തിട്ട് കൂട്ടുകൂടിയിട്ട് അല്ലാഹുവേ വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങളും ഞങ്ങളുടെ മക്കളും സഞ്ചരിക്കുന്നത്. റഹ്മാനെ, എല്ലാവിധത്തിലുള്ള അധർമ്മങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്ന നല്ല സൽസന്താനങ്ങളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ ശരീരത്തിൽ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഖിദ്മത്ത് ചെയ്യുന്നവരാണ് ഞങ്ങളുടെ ഉമ്മയും ഞങ്ങളുടെ ഭാര്യമാരും. റഹ്മാനെ, ആ ഉമ്മമാർക്കും ഭാര്യമാർക്കും അതുപോലെ ഞങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, ഐശ്വര്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വീട് നീ സ്വർഗ്ഗ തുല്യമാക്കണേ അല്ലാ. കുടുംബജീവിതത്തിൽ ബറക്കത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് മുത്തുനബിയോടുള്ള സ്നേഹം നീ അധികരിപ്പിച്ചു തരണേ അല്ലാ. സ്നേഹിക്കാൻ അല്ലാഹുവേ, സ്വലാത്ത് ഒരുപാട് ചൊല്ലാൻ, മദ്ഹുകൾ പറയാൻ നീ തൗഫീക്ക് തരണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ മദ്രസയിലെ പരിപാടികളൊക്കെ പങ്കെടുക്കുകയാണ്, നീ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അവർക്ക് നല്ല രൂപത്തിൽ പരിപാടികൾ അവതരിപ്പിക്കാനും അല്ലാഹുവേ നല്ലതുപോലെ മനഃപ്പാടമാക്കി ഉന്നതമായ സ്ഥാനങ്ങളിലെത്തുവാനും ഞങ്ങളുടെ മക്കൾക്ക് നീ തൗഫീക്ക്
തൗഫീക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലി 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 ഞങ്ങളുടെ കരളിന്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് താമസിയാതെ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ മുത്ത് ഹബീബിന്റെ ചാരച്ചെന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ വരുന്ന വർഷം ഹജ്ജിന് പോവാൻ വേണ്ടി ഒരുപാട് പേര് അപേക്ഷ കൊടുക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും ഖൈറായ നിലയിൽ ഹജ്ജും ഉംറയും ചെയ്തിട്ട് വരാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അപകട മരണങ്ങൾ, ആക്സിഡന്റുകൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ പള്ളികളിൽ നടക്കുന്ന മൗലിദ് സദസ്സിലേക്ക് ചീരണി കൊടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ നീ എല്ലാവിധ സമാധാനവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ വയനാടിലും അതുപോലെ തന്നെ ഫലസ്തീനിലും ലോകത്തിന്റെ പല ഭാഗത്തും ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് സഹോദരിമാരെ സഹോദരങ്ങളെ കഷ്ടപ്പാടിലാണ്. അവർക്കെല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. മഴയില്ലാത്ത സ്ഥലങ്ങളുണ്ട്, ഖൈറായ മഴ നീ കൊടുക്കണേ അല്ലാ. മഴ അധികമായ സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്നും ആ മഴ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രകൃതി നീ അനുകൂലമാക്കി തരണേ അല്ലാ. പടച്ചവനെ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത കാലമാണ്. ഒരുപാട് മോശത്തരങ്ങൾ കൂടി വരുന്ന കാലമാണ്. ഒരുപാട് മോശപ്പെട്ട വാർത്തകൾ കേൾക്കേണ്ടി വരുന്ന കാലഘട്ടമാണ്. ഞങ്ങളെ എല്ലാവരെയും അത്തരത്തിലുള്ള ആ വലിയ മോശത്തരങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മൗലിദിന്റെ, നമ്മുടെ സ്വലാത്തിന്റെ, അദ്കാറിന്റെ മജ്ലിസ് ആയിരുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അള്ളാഹു തആല മുത്തുനബിയോടുള്ള ഇഷ്ടം നമുക്ക് അധികരിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.